2019 ഒരു കഥ നരേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു സ്ക്രീൻ പ്ലേ ആയിട്ടാണ് വന്നത്, എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ, സെയിം റഫ് ഓർഡർ. പക്ഷെ അതിനകത്ത് ഒരു മൊമെന്റ് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ ഷാരിസിനോട് പറഞ്ഞു, ഷാരിസ്, ഈ മൊമെന്റ് വെച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു ട്രീറ്റ്മെന്റ് എഴുതിയാൽ കൊള്ളാം എന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കി. അപ്പോൾ ഷാരിസ് എന്നോട് പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി. എനിക്കൊന്ന് 2019 തന്നെ നിവിനുമായിട്ട് ഞങ്ങൾ ചർച്ച തുടങ്ങിയതാണ്. പിന്നെ ഈ പറയുന്ന പോലെ സിനിമയാണ്, അതിന് സംഭവിക്കേണ്ട ഒരു സമയമുണ്ട്. ഈ സിനിമ അപ്രതീക്ഷിതമായിട്ട് നിവിന് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ നിവിന് ഞാനും കൂടി എടുത്തൊരു തീരുമാനം, 100 ദിവസം ഷൂട്ട് ചെയ്യുന്നു, പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിയുന്നു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ നിങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ വിഷു, സ്കൂൾ അടയ്ക്കുന്ന പീരീഡാണ്. അപ്പോൾ തന്നെ ഇലക്ഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആകസ്മികത അതിനകത്തുണ്ട്, കോയിൻസിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് താങ്കൾക്കത് കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നത്. അതേപോലെ അന്ന് ട്രെയിലർ ലോഞ്ചിന്റെ എന്നാ സാർ പറഞ്ഞായിരുന്നു, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്, എന്തുണ്ടെങ്കിലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏൽക്കാൻ ഞാൻ റെഡിയാണ് എന്നുള്ളത്. അപ്പം അതിനകത്ത് എന്തോ ഒരു സ്പാർക്ക് ഉണ്ട് എന്നൊരു ഇവരെയൊക്കെ എന്തിനാണ് പിടിച്ചിട്ടുണ്ട്? ആ സിനിമയ്ക്ക് എന്ത് സംഗതി വന്നാലും അത് എഴുതി സംവിധാനം ചെയ്ത ഒരാൾ, അതിന്റെ പ്രൊഡക്ഷനിൽ കൂടി ഭാഗമായ ഒരാൾ എന്ന നിലയിൽ ആ സിനിമയുടെ ഉത്തരവാദിത്വം ഞാൻ തന്നെയല്ലേ ഓൺ ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഒരു പിന്നെ എന്താണ്, എന്തു വന്നാലും അതിന്റെ ഉത്തരവാദിത്വം ഞാൻ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത്ര വലിയ മുതൽ മുടക്കുള്ളൊരു സിനിമ ഇത്രയും വിഷമം പിടിച്ചൊരു സാഹചര്യത്തിൽ, ഇപ്പൊ നമുക്കറിയാം OTT ബിസിനസിന്റെ കാര്യം അറിയാം, നമ്മുടെ ഗൾഫിൽ നടക്കുന്ന ഈ യുദ്ധസമാനമായ അന്തരീക്ഷത്തെ കുറിച്ച് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇത്രയും വലിയൊരു സിനിമയായിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് വലിയൊരു റിസ്ക് ഉണ്ട്. അത് ഞാൻ തന്നെ ഫേസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അതിനകത്ത് ഉദ്ദേശിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിന് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയമുണ്ട്, പക്ഷെ അത് ഈ സിനിമയിലൂടെ പറഞ്ഞിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. പണ്ട് നോക്കിക്കഴിഞ്ഞാൽ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ ആശയങ്ങൾ നാടകങ്ങളിലൂടെ അല്ലെങ്കിൽ എഴുത്തിലൂടെയൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയക്ക് ഇത്രയും വന്നതോടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് കരുതുന്നത്. അപ്പം കലയിലൂടെ ഈ രാഷ്ട്രീയം പറയേണ്ട ആവശ്യം ഇപ്പം നിലവിലില്ലെന്ന് കരുതുന്നു. പോസ്റ്റ്മാന്റെ പണി ചെയ്യേണ്ട കാര്യമില്ല, ഒരു മെസ്സേജ് എടുത്തുകൊണ്ട് ഡെലിവറി ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു പ്രത്യേക വൈകാരിക മുഹൂർത്തമുണ്ട്. അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അതിലാണ് ഹുക്ഡായത്. ഞാൻ എൻ്റെ കഥ എന്നെ എങ്ങോട്ട് കൊണ്ടുപോയോ അതിൻ്റെ കൂടെയാണ് ട്രാവൽ ചെയ്തത്. മറ്റൊരു കൺസേൺസും അതിനകത്ത് സ്വഭാവമുണ്ട് എന്ന് പല ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടി സ്വഭാവം ഏറെക്കുറെ നമുക്ക് ട്രെയിലറിലൂടെ തന്നെ വ്യക്തമാണ്. ഇപ്പോൾ കെ കരുണാകരൻ എന്നുള്ള നേതാവ് അനുഭവിച്ച യാതനകളുണ്ട്. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ ദിവസം ഒരു പോലീസിന്റെ ഒരു നിരീക്ഷണത്തിലാണെന്ന് പറയുന്ന കരിങ്കാലിയാക്കപ്പെട്ട അങ്ങനെ ഒരുപാട് ദുരവസ്ഥകളിലൂടെ കടന്നുപോയൊരു കെ കരുണാകരൻ നേതാവ് കൂടിയുണ്ട്. അങ്ങനത്തെ കെ കരുണാകരൻ അനുഭവിച്ച മനോവ്യാപാരങ്ങള് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കഥാപാത്ര നിർമ്മിതിയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഉദാഹരണം പറയണമെങ്കിൽ ലീഡർ കെ കരുണാകരനോട് ഒരിക്കലും പത്രക്കാരൻ ചോദിച്ചു, അത് ഇത്രയും നാളായല്ലോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം അങ്ങ് എന്താണ് കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി നേരെ തിരിഞ്ഞു നോക്കി. നേരെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഈ ഭിത്തിക്കകത്ത് ഇങ്ങനെ ഒരു പടമാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന ഒരു കെ കരുണാകരനുണ്ട്, ഭയങ്കര ടങ് ഇൻ ചീക്കായിട്ട് സംസാരിക്കണം. അത്രയും ചില ട്രെയിൻസ് ഈ കഥാപാത്രത്തിലുണ്ട്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എനിക്ക് മാത്രമല്ല, എനിക്ക് മുമ്പ് വന്ന വലിയ തിരക്കഥാകൃത്തുക്കളുണ്ട്, രഞ്ജിത്ത് കണിക്കരായാലും ദാമോദരൻ മാഷായാലും ഒക്കെ. അപ്പം നമുക്കിത് സമൂഹത്തിൽ നിന്നും നമ്മൾ കാണുന്ന ആളുകളിൽ നിന്നുമാണ് നമ്മൾ ഇതിന്റെ എലിമെന്റ്സ് സ്വീകരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരല്ലാതെ അതിനകത്ത് ഒരുപാട് ഫിക്ഷൻ. ഇപ്പം നമുക്ക് നിങ്ങൾ എപ്പോഴും ഉമ്മൻചാണ്ടി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളും ഒരു മകനുമാണ്. ഈ സിനിമയിൽ 2 ആൺകുട്ടികളാണ്. പക്ഷെ ഇങ്ങനത്തെ ഇതുകളുടെ നന്മയുടെ സത്തുണ്ടല്ലോ. ഇപ്പൊ കെ കരുണാകരൻ വികസനത്തിനോടൊപ്പം ചേർന്ന് നിന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഉമ്മൻചാണ്ടി കല്ലെറിഞ്ഞ അദ്ദേഹത്തിനോട് കേസ് എടുക്കണ്ട എന്ന് പറഞ്ഞ നന്മവശം, അതൊക്കെ ശരിക്കും സിനിമാറ്റിക്കലി കൂടി യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു നന്മയുടെ ആർക്ക് കൊടുക്കാവുന്ന ഏരിയല്ലേ എന്നാ ചോദിക്കും. അത് നമുക്ക് നോക്കാം, സിനിമ കാണാം, ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ. കഴിഞ്ഞപ്പോൾ അത് മനസ്സിലാവും.